ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെല്ലിക്ക കൊണ്ട് ഒരു മിഠായിയാണ്. നെല്ലിക്ക കഴിക്കാൻ പൊതുവെ കുട്ടികൾക്ക് മടിയായിരിക്കുമല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ആർട്ടിഫിഷ്യൽ ഫ്ലേവറിലുള്ള ചോക്ലേറ്റും ലേസ് എന്നിവയേക്കാൾ ഇതവർ ചോദിച്ചു വാങ്ങി കഴിച്ചുകൊള്ളൂ. പോഷക ഗുണങ്ങളുടെയും ഔഷധ മൂല്യങ്ങളുടെയും ഒരു വലിയ കലവറയാണ് നെല്ലിക്ക. ജീവകം സി, ജീവകം ബി, ഇരുമ്പ്, കാൽസ്യം എന്നിവ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പകർച്ചവ്യാധിയുടെ ഈ കാലത്ത് ആരോഗ്യത്തോടെ തുടരാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. വിറ്റാമിൻ സിയുടെ ഒരു സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇത് ജലദോഷവും മൂക്കൊലിപ്പും ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നു. ഇന്ന് വിപണിയിൽ ലഭ്യമായ വിറ്റാമിൻ സി സപ്ലിമെൻറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയ വിറ്റാമിൻ സി ശരീരം കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നെല്ലിക്ക ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. ശരീരത്തിലെ WBCയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ നെല്ലിക്കയ്ക്ക് കഴിയും. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയുന്നു. കൂടാതെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹന പ്രശ്നങ്ങൾക്കും അനാവശ്യ കൊഴുപ്പ് എരിച്ചു കളയാനും നമ്മുടെ നെല്ലിക്കയ്ക്ക് കഴിവുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള നെല്ലിക്ക നമ്മുടെ നിത്യജീവിതത്തിൽ ആഹാരത്തിൽ നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നെല്ലിക്ക ഇഷ്ടമില്ലാത്തവർ കൂടി കഴിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇതിന് നല്ല ഫ്രഷ് നെല്ലിക്ക 1/2 കിലോ എടുക്കുക. ഇനി ഇത് കഴുകി വെള്ളം തുടച്ച് വയ്ക്കുക. നെല്ലിക്ക വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്നതിനേക്കാൾ ഫ്രഷായി ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഇഡ്ഡലി പാത്രമോ സ്റ്റീമറോ വയ്ക്കുക. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് മുകളിൽ ഇഡ്ഡലി തട്ട് വയ്ക്കുക. ഇനി കഴുകി വൃത്തിയാക്കിയ നെല്ലിക്കകൾ ഇതിൽ നിരത്തി കൊടുക്കാം. ഇനി ഇഡ്ഡലി പാത്രം മൂടി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. നെല്ലിക്ക വെന്ത് വിണ്ടുവരുന്ന സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലപോലെ തണുക്കുവാൻ വയ്ക്കുക. നല്ലപോലെ തണുത്തതിന് ശേഷം നെല്ലിക്കയിലെ കുരു മാറ്റുക. നെല്ലിക്ക വേവിച്ച വെള്ളം കളയാതെ അതിലൊരു നുള്ള് ഉപ്പ് ചേർത്ത് കുടിക്കാവുന്നതാണ്. ഇനി ഇത് മിക്സി ജാറിലേക്കിട്ട് ചെറിയ 3 കഷ്ണം ഇഞ്ചിയും 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് പൾസിൽ അരയ്ക്കുക. ഇനി അരയ്ക്കുവാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല സ്മൂത്തായി അരയ്ക്കുക. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. അടുത്തതായി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് 1/2 കിലോ ശർക്കര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ശർക്കര ഉരുക്കുക. 1:1 എന്ന രീതിയിലാണ് നെല്ലിക്കയും ശർക്കരയും എടുക്കേണ്ടത്. 1/2 കിലോ നെല്ലിക്കയാണല്ലോ നമ്മൾ എടുത്തത്. അതുകൊണ്ട് 1/2 കിലോ ശർക്കര എടുക്കുക. ശർക്കര പൊടിയാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് പാവ് വെല്ലമോ അച്ച് വെല്ലമോ യൂസ് ചെയ്യാം. അതുപോലെ ശർക്കരയ്ക്ക് അനുസരിച്ചാണ് ഈ മിഠായിയുടെ കളർ ഉണ്ടാവുക. നല്ല ഡാർക്ക് ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മുടെ മിഠായിക്കും ഡാർക്ക് ബ്രൗൺ കളറാണ് കിട്ടുക. ഇനി ഇത് അരിച്ച് ഒരു പാനിലേക്ക് ഒഴിക്കാം. ശർക്കര പാനി തിളച്ച് വരുമ്പോൾ അരച്ചു വെച്ച നെല്ലിക്ക ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചതുകൊണ്ട് തന്നെ നെല്ലിക്ക ശർക്കര മിശ്രിതം തിളച്ച് 4 പാടും തെറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അടച്ച് 3 മിനിറ്റ് സിമ്മിൽ വേവിക്കുക. നല്ല ചൂടുള്ള ഈ പാവ് തെറിച്ചാൽ നല്ലപോലെ പൊള്ളും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് കടായിലോ അടി കട്ടിയുള്ള പാത്രത്തിലോ ഇതുണ്ടാക്കുന്നതാണ് നല്ലത്. ഈ സമയം നമ്മൾക്ക് നെല്ലിക്ക മിഠായി സെറ്റ് ചെയ്യുവാനുള്ള ട്രേ തയ്യാറാക്കി വെക്കാം. ഒരു ട്രേയിലോ പ്ലേറ്റിലോ ലേശം നെയ്യ് പുരട്ടി വയ്ക്കാം. മൂടി ലേശം പൊക്കി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഏകദേശം കുറുകി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി ഉരുണ്ടു വരും. ഇപ്പോൾ നമ്മുടെ മിശ്രിതം പാനിൽ നിന്നും വിട്ടുവരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ 1 സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇനി പാവ് തെറിക്കുകയൊന്നുമില്ല. നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. ഏകദേശം 10 മിനിറ്റ് സമയമെടുക്കും ഇത് കുറുകി വരുവാൻ. വശങ്ങളിൽ നിന്നും വിട്ടുവരുന്ന ഈ സമയമെടുത്താൽ നമ്മുടെ മിഠായി വളരെ സോഫ്റ്റ് ആയിരിക്കും. കഷ്ണങ്ങളായി മുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ
കുറച്ച് നേരം കൂടി ഇളക്കി ഒരുവിധം കട്ടിയാക്കി എടുക്കുക. 1 സ്പൂൺ നെയ്യ് കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 3 സ്പൂൺ നെയ്യാണ് നമ്മൾ എടുത്തത്. ഇനി നിങ്ങൾക്ക് നെയ്യ് ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഇപ്പോൾ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഒഴിച്ച് ലെവൽ ചെയ്യാം. നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഇത് 8 മണിക്കൂറെങ്കിലും സെറ്റ് ആവാൻ വെക്കണം. വൈകുന്നേരം ഉണ്ടാക്കിയാൽ പിറ്റേന്ന് കറക്റ്റായി സെറ്റായി കിട്ടും. ഇനി ഇത് മുറിച്ച് സെർവ് ചെയ്യാം. ഇത് കഴിച്ചു നോക്കിയാൽ നെല്ലിക്കയാണെന്ന് കണ്ടുപിടിക്കാനേ കഴിയില്ല. ഇത് കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ദിവസം 1 വീതം എല്ലാവരും കഴിക്കുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടുള്ള നെല്ലിക്ക വെച്ച് വളരെ സ്വാദുള്ള ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.